ഒഴിക്കുക. ഹായ് ഹലോ വെൽക്കം ടു പറ. അയ്യടാ ഇന്ന് ഉരുളക്കുപ്പേരി കപ്പിൾസ് യൂട്യൂബ് ചാനലിൽ സ്വാഗതം. ഇന്നൊരു ഡേ മൈ ലൈഫ് വീഡിയോ നിങ്ങൾക്ക് ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. കുറേ നാളായി ഒരുപാട് പേര് ഇതിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അമ്മ ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ഇടോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇന്ന് ഇടാന്ന് വെച്ചാൽ ഇന്ന് സമയം 7 മണിയായി. രാത്രി നില കിടക്കാൻ ലേറ്റായി. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ എണീറ്റ് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേട്ടേ. ഒരു ഫസ്റ്റ് ഞാൻ ഒന്ന് ഫ്രഷായിട്ട് വരാം. അതിനു മുമ്പേ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട്, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറേ വെള്ളം കുടിക്കും. എന്നിട്ട് എൻ്റെ കൊച്ചുമോളും കൂടെ എണീറ്റ് വന്നിരിക്കാം. രാവിലെ ഒരു പാല് വെച്ച് കളിപ്പിക്കാൻ പോവാം. ഇന്ന് രാവിലെ അച്ഛന് പോകണം കേട്ടോ, ജോലിക്ക് പോകണം. കാക്കേ കൂടെ ഇവിടെ അയ്യോ പോയി അയ്യോ പോയി. ചിറ്റമ്മ എവിടെ? ചിറ്റമ്മ ചിറ്റ കുത്തി വയ്ക്കാൻ പോയി. മായി കുത്തി വയ്ക്കാൻ പോയാ അപ്പൂരുള്ളി ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വിളി. അപ്പൂരുള്ളി ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വരാൻ പറ. ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വിളിക്കാൻ. ഗുഡ് മോർണിംഗ്. Good morning. Hi. വിളിച്ച മക്കളെ. ഹായ്. ഊതി. ഊതിയ മക്കൾ ഊതി. അപ്പൊ നമുക്കിന്ന് മാറ്റി പിടിക്കാന്നാ. പുട്ട് വേണ്ടേ? പൊങ്കൽ അറിയാം. പിന്നെ മോക്ക് പൊങ്കാലാന്ന് വെച്ചാൽ പിന്നെ പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അതിനെന്തായാലും കൂട്ടം ഉണ്ടാക്കണം, അല്ലാതെ എൻ്റെ മരുമാൻ ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞങ്ങളൊന്ന് മാറ്റി പിടിക്കുക. പൊങ്കലും സാമ്പാറും ചട്നിയും കാണിച്ചു തരാം. പൊങ്കലുണ്ടാക്കണത് കാണിച്ചു തരാം കേട്ടാ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാം. എന്തായാലും ഇത് എനിക്ക് എൻ്റെ അമ്മായി ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. ഫസ്റ്റിൽ എന്നുവെച്ചാൽ ഞാൻ പൊങ്കൽ കഴിച്ചിട്ടില്ല, എൻ്റെ അമ്മായി ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ അമ്മായിയുടെ പേര് എടുത്തെടുത്ത് പറയുന്നത്. ഒരു 4 അരി ഞാൻ പച്ചരി എടുത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം കഴുകി കുക്കറിലേക്ക് ഇടുക. അതിലേക്ക് ധനുവിന് വിശക്കുന്നുണ്ട്. ധനുവിന് വിശക്കുന്നുള്ള ഫുഡും കൂടെ അതിലൂടെ തയ്യാറാക്കിയില്ലെങ്കിലേ അവൾ നമ്മളെ ജോലിയെ സമ്മതിക്കത്തില്ലെന്നേ. അപ്പം അവിടെ അമ്മ ഉള്ളതുകൊണ്ട് അമ്മ വിട്ട് മാറുന്നില്ല. ഇതാണ്. അപ്പോൾ പയർ വറുത്ത് വയ്ക്കാൻ നോക്കിയപ്പോൾ വറുത്ത് വെച്ച പയറൊക്കെ തീർന്നു പോയി. ചെറുപയർ പരിപ്പ് കണ്ട, അതൊരു 4 അരിയാണെന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് ഒരു 3/4 ഗ്ലാസ് കൂടെ ഉണ്ടാകും കേട്ടോ. പൊങ്കൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് യാമി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവർക്ക് ഇന്ന് ഒരു പൊങ്കലുണ്ടാക്കി കൊടുക്കാനുള്ള അവൾ വെയിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അര ഗ്ലാസോളം പയറെടുത്ത് അത് നല്ലവണ്ണം കഴുകി അരിച്ച് ഈ പച്ചരി ഇടുമ്പോഴത്തേക്കാണ് നമ്മളെൻ്റെ അത് കൂടെ ഇടുക. മോളെ ഞാൻ ഇത് കണ്ട പാപ്പ ഉണ്ടാക്കണ്ടേ? ധനു പാപ്പ ഉണ്ടാക്കണ്ടേ? നെയ്യും കൂടെ
ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വെളിച്ചെണ്ണ ശക്കല നെയ്യും കൂടെ. നെയ്യ് ഓൾറെഡി നമ്മൾ ഒഴിക്കുന്നുണ്ട്, അതിൽ കൂടുതൽ നെയ്യാണ് അതിൽ വേണ്ടത്. അപ്പോൾ കുറച്ച് കാഷ്നട്ടും കൂടെ ഇടാന്ന് വിചാരിച്ചു. എണ്ണ, കുറച്ച് നെയ്യ്, ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് തീ കുറച്ചിട്ട് എന്ത് ചെയ്യാവോ, ഇഞ്ചി ഒന്ന് ശാക്കനൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമല്ലേ, ജീരകവും കുരുമുളകും, അതൊന്ന് ഇതിലേക്കൊന്ന് പിന്നെ ഇതിനിടെ കുറച്ച് കാഷ്നട്ടും കൂടെ. കുറച്ച് കായപ്പൊടിയും കൂടെ. ഇതിലേറ്റവും ഇഷ്ടമുള്ള സാധനം അച്ഛനാണ് കേട്ടോ, ഈ പൊങ്കൽ ഭയങ്കര ഇഷ്ടമാണ്. അതിനോട് ഞാൻ ചമ്മന്തിയാണ് അരയ്ക്കണത്. പക്ഷേ ഇന്ന് ഒരാളെന്നുള്ളതുകൊണ്ട് ചമ്മന്തി മാത്രം പോരാ, അതിനോട് സാമ്പാറാണ് വയ്ക്കാൻ. കുറച്ച് കായപ്പൊടി ഇതെല്ലാം കൊണ്ട് മൂപ്പിച്ചിട്ട് ഒന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിലോട്ട് ഒഴിക്കുക. ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം കേട്ടോ. എല്ലാം ഓക്കെ. ഇതൊന്ന് അടച്ച് സാമ്പാറിനുള്ള പരിപ്പടി. സാമ്പാറിന് വെണ്ടയ്ക്ക് തക്കാളി കൂടെ ഒന്ന് വഴച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പൊങ്കലായിക്കൊണ്ടിരിക്കുക. നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് ഒന്ന് തുറന്ന് നോക്കണം. അപ്പോൾ ഇതിന് ഒന്ന് വഴച്ചെടുക്കട്ടെ. സാമ്പാറിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വരും. അച്ഛൻ ഇപ്പോൾ ഈ അരിഞ്ഞൊക്കെ ഞാനാണ്. അപ്പം അച്ഛൻ രാവിലെ പോകുന്ന അച്ഛന് സമയമില്ല. കിടന്ന് നക്ഷത്രകാലം എണ്ണയാണ് ഞാനാണ്. രാവിലെ ഷേവ് ചെയ്ത് രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങാം. കണ്ടാ കുഴന്നിരിക്കണ കേട്ടാ. പൊങ്കൽ ഭയങ്കര ചൂട്, സാമ്പാർ, ചമ്മന്തി, ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സാമ്പാർ ചമ്മന്തി. ഞാൻ ചിലപ്പോൾ ചമ്മന്തി മാത്രമേ അരയ്ക്കുള്ളൂ. അപ്പോൾ ഈ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ. അച്ഛൻ സാമ്പാർ കൂടെ വയ്ക്കണം, തമിഴ്നാട് രീതിയാക്കുകയാണെന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ എല്ലാവരും ഇപ്പോൾ സാമ്പാറൊക്കെ കൂട്ടി തുടങ്ങി. അങ്ങനെ എല്ലാവരും ഇനി അച്ഛൻ വരണം, ഞങ്ങൾക്ക് കഴിക്കണം. കഴിച്ചിട്ട് ഞാൻ അടുത്ത ജോലിയിലേക്ക് കിടക്കണം. കൊള്ളാമെന്ന് അച്ഛനെ കൊണ്ട് ചോദിപ്പിക്കാം. പണികൾ കഴിഞ്ഞോ? പണികൾ കഴിഞ്ഞ് താഴ്ന്നു. ഇതിനിടയ്ക്ക് കൈയൊക്കെ മുറിഞ്ഞ് അച്ഛന് പോകണമെന്ന് പറഞ്ഞ് ഒരു വെപ്രാളം കാണിച്ചിട്ടുണ്ടായിരുന്നു. മണിയടിക്കുന്നത്. താഴെ ഇറങ്ങടാ. എന്താ ചെയ്യണതനോ? ഇതെന്താ മണി? എന്താണ് മണി? പറ എന്ത് തന്നെ അത്? ചമ്മന്തി, സാമ്പാർ ഒഴിക്കട്ടെ? വെള്ളരിക്ക വേണോ? ആ സൂപ്പർ സൂപ്പർ സൂപ്പർ. അമ്മൂമ്മ കുഴച്ച് തരാം. സൂപ്പറാണെങ്കിൽ പറ, സൂപ്പറാണെന്ന് പറ. സൂപ്പർ. അവളിങ്ങനെ നമുക്കിത് യാമിക്ക് കൊണ്ടുകൊടുക്കണ്ടേ? യാമിക്കുട്ടനെ കൊണ്ടുകൊടുക്കണ്ടേ? ആ യാമിയുടെ അവിടെ പോണ്ടേ? അമ്മയുടെ ചുന്ദരി അല്ലേ? അമ്മമ്മയുടെ ചുന്ദരി അല്ലേ? ഇന്ന് ഉച്ചക്ക് അവക്ക്
ഈ പരിപ്പും കൂടെ ചേർന്നതല്ലേ, പരിപ്പും നെയ്യും കൂടെ. അപ്പൊ ഉച്ചയ്ക്ക് അത് കൊടുക്കാം കേട്ടാ. വെള്ളം എടുത്താണ്, വെള്ളം. കല്യാണം കഴിഞ്ഞ ശേഷം അമ്മയുടെ അവിടെ ചെന്ന ശേഷമാണ് ഈ പൊങ്കൽ ഉണ്ടാക്കണമൊക്കെ പറയും. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്ക് ആയിരിക്കുമ്പോഴത്തേക്കൊക്കെ ഞാൻ അച്ഛൻ വെച്ച് കൊടുക്കുമായിരുന്നു പൊങ്കൽ. ആ, ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന പൊങ്കലാണ് നമുക്ക് ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊന്നും അത്ര ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നെയ്യൊക്കെ ഇത്തിരി കൂടുതലൊക്കെ പിടിച്ചോ പിടിച്ചോ സ്പൂൺ പിടിച്ചോ. ഇനി വായിൽ വെച്ചോ. അമ്മ വെച്ചോ എങ്ങനെ അമ്മ മക്കള് കാണിച്ചേ. അച്ഛൻ ഇറങ്ങാണ് അല്ലേ? ബൈ. ബാക്കിലാണ് വണ്ടി കിടക്കണത്. യാമിക്കുള്ള പൊങ്കലൊക്കെ റെഡിയാക്കി അങ്ങോട്ട് കൊണ്ടു കൊടുക്കുകയാണ്. കാണിച്ചത് വരൂ ഞങ്ങൾ പോയിട്ടുണ്ട്. ഇവർക്ക് മായയെ കാണുന്നുണ്ടിരിക്കുന്ന കൊച്ചു നോക്കി. ഫുൾ വ്ളോഗ് ഇവിടെ. ഹായ് ഹലോ വെൽക്കം ടു പറ. അയ്യടാ വന്നു കഴിഞ്ഞ് ഇവിടെ കയറിയിരിക്കും. ചിറ്റമ്മ ഇഷ്ടാ സാമ്പാറിലല്ല, മറ്റൊരു ജീരകോടല്ല, പൊങ്കലിന് ജീരകോടല്ല. സാമ്പാറില് നമ്മൾ വറുത്ത് പൊടിക്കുമ്പോൾ ജീരകം ചേർക്കണം. അപ്പൊ പൊടിച്ച ജീരകം ഉണ്ടാകും. പറയാം എടി ഞാൻ പൊട്ടിച്ചെന്താ ഫാനാ? പക്ഷെ നമ്മള് ധനുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ധനുവിന് ഭയങ്കര ഇഷ്ടം വെച്ചാൽ നമുക്ക് ഇന്നത്തെ ഫുഡ് മൊത്തം ഇതായിരിക്കും. അത് നല്ലതല്ലേ? അല്ല അതല്ല, അതിന്റെ കവളൊക്കെ നല്ല ഒട്ടി ഉണങ്ങിയല്ല. കയ്യിലിരിക്കും മോശ. അടുത്തറിയാതെ എനിക്ക് വേണ്ട. അല്ല ഇത്തിരി നന്നായി വരും. അടക്കണം എല്ലാം കൂടെ. ഏറ്റവും കൂടുതൽ ഭക്ഷണം ടേസ്റ്റ് ചെയ്ത് കഴിക്കണതും നല്ല നല്ല സാധനങ്ങൾ കഴിക്കണത് അരുണാണ്. പക്ഷെ അരുൺ കഴിക്കുന്നോ അരുൺ വേണമെങ്കിൽ വേണം. ഇതെന്താണ്? നമുക്കൊന്ന് ഇതിനെപ്പറ്റി വേറൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ കൊച്ചിന് പൊങ്കൽ കൊണ്ടുവന്ന് കൊടുത്ത് ഇനി അടുത്ത ഇവിടെ വീട് ഒരു പാടായിട്ട് കിടക്കുകയാണ്. ഒരുപാട് ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊച്ചിനുണ്ടെന്ന പൊങ്കൽ കഴിക്കണ ഇവ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കില്ല. ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സാധനം കഴിക്കുന്നതാണ്. അടിപൊളിയായിട്ട് കഴിച്ചോണ്ടിരിക്കുന്നത് ആരാ? മന്മ കഴിച്ചോണ്ട്. ഇപ്പൊ മാങ്ങ വാങ്ങിക്കാൻ പോവാ അങ്ങോട്ട്. അച്ഛൻ കൊണ്ടുവരും. കിടുമ്പ ഓടിച്ചു. ഇത് കൊണ്ടുകൊടുത്തിട്ട് ഓടാന്ന് പറഞ്ഞപ്പോ എവിടെ കയറി ഒട്ടി.
യൂണിഫോം ഒന്നും കുഴപ്പമില്ല. നമുക്ക് കളക്ഷൻ തീർന്നതുകൊണ്ടേ നമ്മളിന്ന് ഞാൻ ഇന്നലെ വിളിച്ചു പറഞ്ഞു എടുത്തോണ്ട് പോകണമെന്ന് പറഞ്ഞ എടുത്ത് തീർന്നു. അപ്പൊ മേഡം ഇന്ന് ഇവിടെ ഇല്ല. മേഡം ഈ മാസം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് അത്യാവശ്യം പറഞ്ഞതുകൊണ്ട് യൂണിഫോം ഇടാതെയാണ് വന്നത്. കുഴപ്പമില്ല, അതിന് പഴയൊന്നുമില്ല. നമ്മള് പ്ലാസ്റ്റിക് കത്തിക്കണേല പഴയുള്ളൂ. അതുകൊണ്ട് ഞങ്ങള് പ്ലാസ്റ്റിക് ഒക്കെ നമുക്ക് യൂണിഫോം ഇട്ടല്ലേ എടുക്കാൻ. അത് കുഴപ്പമില്ല. എന്ന് വെച്ചാൽ പെട്ടെന്ന് എനിക്ക് എടുത്തോണ്ട് പോയാലും ഇവിടെ ഒതുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞായിരുന്നു യൂണിഫോം എല്ലാം വേണം, എല്ലാം നനച്ചൊക്കെ കെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഒന്ന് എടുത്തോണ്ട് പോകാൻ വേണ്ടി. അവിയലും ഇവിടെ അവിയൽ വെച്ചിട്ടുണ്ടെന്ന് ഇളയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അനുവിന് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് മാങ്ങ കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മരുമോൻ്റെ ഗതിയാണ് നോക്ക്. അമ്മായിക്ക് അമ്മായിക്ക് കപ്പ സാധനം കൈമാറിയോ? അവിയല് കപ്പയും മീൻകറിയും കൊണ്ടുവച്ചോണ്ട് എന്നൊക്കെയാണ്. എന്നൊക്കെ മൊത്തം നടത്തുന്നല്ലേ വണ്ണം കുറയാൻ വേണ്ടിട്ടാണ്. എന്തായാലും കുറച്ചുകൂടെ കുറയ്ക്കും. ഭയങ്കര വണ്ണം. ഞാൻ ഊണ് കഴിക്കാൻ തുടങ്ങി. അച്ഛനില്ല, അച്ഛൻ ചിലപ്പോഴും ഉച്ചയ്ക്ക് വരുള്ളൂ. അപ്പം ചോറ്, സാമ്പാർ, കടമാങ്ങ, അവിയൽ. ഇന്ന് വെജിറ്റേറിയൻ ഇവിടെ. പക്ഷെ മോളെ ഇവിടെ നിന്ന് കപ്പയും മീനും കൂടെ കൊണ്ടുപോകുന്നു. അപ്പം എല്ലാം കൂടെ ചേർത്തൊരു ഊണ് കഴിക്കാൻ പോവാം. ഉച്ചയ്ക്ക് കഴിച്ച ഉടനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി കേട്ടാ. അത് ശേഷമായിട്ട് വൈകിട്ട് കുഞ്ഞിന് ഫ്രൂട്ട്സ്, മറ്റേ ഏത്തപ്പഴവും ബദാമും പിന്നെ ഡേറ്റ്സും ഒക്കെ കാഷ്നട്ടൊക്കെ ഇട്ടിട്ട് ഒന്ന് ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് ഒന്ന് അടിച്ചെടുത്ത് മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചു. ഇനി അടുത്ത് ഞാൻ കുളിക്കാൻ പോകുന്നു. കുളിക്കാൻ പോയിട്ട് ചായ ഇട്ടു. കട്ടൻ ചായ ഇട്ട് വൈകിട്ടൊക്കെ ആയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വിളഞ്ഞ ഏത്തപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അച്ഛൻ ജോലി ചെയ്ത് നേരത്തെ വന്നു. അപ്പോഴത്തേക്കൊന്ന് മയക്കത്തിലായിരുന്നു. കട്ടൻ ചായ, വേവിച്ചപ്പഴം. ഞങ്ങൾ ഇവിടെ ഉണ്ടായ ഏത്തപ്പഴം ഇനിയിപ്പോ കുറച്ചേരം കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കത്തിക്കില്ലേ? വിളക്ക് കത്തിക്കും. ഫ്രീസറിന്റെ സമയത്ത് വിളക്ക് കത്തിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇങ്ങനെ രാവിലെ ഇരിക്കുക ഉള്ള ഇപ്പോൾ കുറച്ച് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ, ജോലികളൊക്കെ ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ രാത്രിയിൽ ദോശ വേണമെന്നവർക്ക് ദോശ, ഗോതമ്പിൽ ദോശ വേണമെന്നവർക്ക് ദോശ ഉണ്ടാക്കിയുണ്ട്, ചോറ് വേണമെന്നവർക്ക് ചോറുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നത്തെ ദിവസം മനോഹരമായി ഓരോന്ന് കഴിഞ്ഞു. അത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലതുപോലെ